ഹലോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ട്, ട്രൂത്ത്, പൊളിറ്റിക്സ് എന്ന സ്പീച്ചിൻ്റെ നെക്സ്റ്റ് പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം. US supported the Somoza dictatorship in Nicaragua for 40 years. 40 ഇയേഴ്സിൽ 40 വർഷത്തിന് വേണ്ടിയിട്ട് US ഒരു സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിന് നിക്കാർഗോയെ സപ്പോർട്ട് ചെയ്തു US. ലേറ്റർ ദാറ്റ് ദ സാൻഡിനിസ്റ്റാസ് സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ ഓഫ് നിക്കാർഗുവ. But after that the സാൻഡിനിസ്റ്റാസ് സപ്പോർട്ടഡ് ദ പീപ്പിൾ ഓഫ് നിക്കാർഗുവ. പക്ഷേ നിക്കാർഗുവയെ പിന്നെ സപ്പോർട്ട് ചെയ്തതാണ് ഈ സാൻഡിനിസ്റ്റാസ്. എസ്റ്റാബ്ലിഷ്ഡ് എ ഗവൺമെൻറ്. അവർ ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തു വിച്ച് വാസ് സ്റ്റേബിൾ, ഡീസൻറ്റ് ആൻഡ് പ്ലൂറലിസ്റ്റിക്. അപ്പം ഇങ്ങനെയുള്ളൊരു ഗവൺമെൻറ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇറ്റ് വാസ് എ വെൽഫെയർ ഓറിയൻറ്റഡ് ഗവൺമെൻറ്. അതൊരു എൻറ്റയർലി വെൽഫെയർ ഓറിയൻറ്റഡ് ഗവൺമെൻറ് ആയിരുന്നു. മാത്രമല്ല ദ US ആഫ്റ്റർ പെർസിസ്റ്റൻറ്റ് അറ്റംപ്റ്റ്സ് ആൻഡ് ബ്ലഡ്ഷെഡ് മാനേജ്ഡ് ടു ഓവർത്രോ ദ ഗവൺമെൻറ് ദെർബൈ റെസ്റ്റോർഡ് ഡെമോക്രസി. ആഫ്റ്റർ ദാറ്റ് ദ US ആഫ്റ്റർ പെർസിസ്റ്റൻറ്റ് അറ്റംപ്റ്റ്സ് ആൻഡ് ബ്ലഡ്ഷെഡ് മാനേജ്ഡ്. സോ അവരെന്താട്ടി ഓവർത്രോ ചെയ്ത് കണ്ട് നല്ലൊരു ദെർബൈ റീസ്റ്റോർഡ് ദ ഡെമോക്രസി അവിടെ റീസ്റ്റോർ ചെയ്തു. Pinder cites several instances like this in Central and South America and countries like Indonesia, Turkey, Greece, Chile, etc. അപ്പോൾ ആ ഒരു സം ഓഫ് ദ കൺട്രീസ് ആണ് അത് എവിടേക്കാണ് ഈ ഇൻസ്റ്റൻസസ് നടന്നതെന്ന്. ഇൻ ഓൾ ദീസ് കേസസ്, ഈ ഇങ്ങനെയുള്ള എല്ലാ കേസിലും ദ ഡെത്ത് ടോൾസ് ഓഫ് സിവിലിയൻസ് വർ ഹൈ. അന്ന് മരണനിരക്ക് ഇങ്ങനെയുള്ള സിവിലിയൻസിൻ്റെ മരണനിരക്ക് കൂടുതലായിരുന്നു. ബട്ട് ദർ വാസ് നെവർ എനി മെൻഷൻ ഓഫ് ദ വാർ ക്രൈംസ് ആൻഡ് അട്രോസിറ്റീസ് ഓഫ് ദ US എനിവർ. ബട്ട് ഒരു മെൻഷനും ഇല്ലായിരുന്നു എങ്ങനെ വാർ നടന്നു, എന്ത് സംഭവിച്ചു, വാർ അട്രോസിറ്റീസിനെ കുറിച്ചോ വാർ ക്രൈംസിനെ കുറിച്ചോ ഒരു ഇതും US അവിടെ ഒന്നും US മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. He says, "It never happened. Nothing ever happened. Even while it was happening, it was not happening." ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കൂല. അപ്പോൾ ഇങ്ങനെ കാരണം ഇതിൻ്റെ ബാക്കിൽ ഒരു റീസണും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒന്നും മെൻഷൻ ചെയ്തതുമില്ല. He raises questions regarding the collective consciousness against these atrocities. അപ്പോൾ പിന്നീട് ക്വസ്റ്റ്യൻ ചെയ്യാണ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു അട്രോസിറ്റീസിന് എതിരെ ക്വസ്റ്റ്യൻസ് ഉയർത്തുകയാണ്. ഹി ദെൻ മെൻഷൻസ് അബൌട്ട് ദ വയലേഷൻസ് ഡൺ ബൈ ദ US അറ്റ് ഗണ്ടാണമോ ബേ പ്രിസൺ. പിന്നെ മെൻഷൻ ചെയ്യുന്നത് എന്താണ്, വയലേഷൻ ഡൺ ബൈ ദി US അടുത്തൊരു വയലേഷനാണ് എവിടെ, ഗണ്ടാണമോ ബേ പ്രിസൺ. The tortures and physical violations committed against the prisoners at Guantanamo are against the Geneva Conventions. അത് ടോർച്ചേഴ്സ്, ഫിസിക്കൽ വയലേഷൻസ് ഒക്കെ നടന്നു ആർക്കെതിരെ, പ്രിസണേഴ്സ് അറ്റ് ഗണ്ടാണമോ. അവിടെ അവർക്കെതിരെ നടന്ന കുറച്ച് അട്രോസിറ്റീസ്, വയലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. He then questions how international community has responded to this. അപ്പോൾ ഇതിനെതിരെ എങ്ങനെയാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഉത്തരവാദിത്തപ്പെട്ടത്, ഇതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ അവരെങ്ങനെയാണ് മുന്നോട്ട് ഇറങ്ങിയത്. മില്യൺസ് ഓഫ് പീപ്പിൾ അക്രോസ് ദ വേൾഡ് ഹാസ് ബീൻ ടോർച്ചേർഡ് ബൈ ദ ബ്രൂട്ടൽ വയലൻസ് കമ്മിറ്റഡ് ബൈ ദ US. അപ്പോൾ ഈ ഒരു US ആറ്റിറ്റ്യൂഡ് കാരണം മില്യൺസ് ഓഫ് പീപ്പിൾസാണ് ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് നമ്മുടെ ലോകത്ത് ഫേസ് ചെയ്തത്. ദ കേസ് ഓഫ് ഇറാഖ് ഇൻവേഷൻ ഈസ് എ ക്ലിയർ എക്സാമ്പിൾ ഓഫ് സച്ച് വയലേഷൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ഇറാഖി സിവിലിയൻസസ് were irrelevant and never counted. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഇറാഖ് ഇൻവേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം സദ്ദാം ഹുസൈൻ. ആ ഒരു ഇറാഖ് ഇൻവേഷനെ കുറിച്ച് പറയുന്നത് അന്ന് സോ മെനി പീപ്പിൾസ് വർ ഡെഡ്. കുറേ ആൾക്കാർ മരിച്ചു, അതിൻ്റെ കണക്ക് പോലും അറിയില്ല, എത്രയെന്ന് കൗണ്ട് ചെയ്തിട്ട് പോലും ഇല്ല. Pinder there criticizes British Prime Minister Tony Blair and his association with US President George Bush in these inventions. അപ്പോൾ പിൻഡർ ക്രിറ്റിസൈസ് ചെയ്യുന്നത് ആരൊക്കെയാണ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ടോണി ബ്ലെയറിനെയും അതുപോലെ തന്നെ ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത US പ്രസിഡൻ്റായ ജോർജ് ബുഷിനെയുമാണ്. അപ്പോൾ ജോർജ് ബുഷിൻ്റെ ഒക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കുറേ ആയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും മറ്റും കേട്ട് തന്നെ അറിയാം. ദെൻ ഇൻ ദി സ്പീച്ച്, ഈ ഒരു സ്പീച്ചിൽ
Pinder vehemently criticizes US government's foreign policy from Second World War onwards till the contemporary period. അപ്പോൾ ഇന്നത്തെ കാലം വരെയുള്ള, അതായത് സെക്കൻഡ് വേൾഡ് വാർ മുതൽ തുടങ്ങിയ യു എസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഫോറിൻ പോളിസി ടുവാർഡ്സ് ലോക്കൽ സിവിലിയൻസ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഓരോ അട്രോസിറ്റീസിനെ കുറിച്ചാണ് പിൻഡർ ഈ ഒരു സ്പീച്ചിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ദെൻ ഹി ഓൾസോ പോയിൻറ്റ്സ് ഔട്ട് ഹൗ ദ US ബിക്കംസ് എ ത്രെറ്റ് ടു എവറി നാഷൻ വിത്ത് ദ ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ഷെഡ് ആൻഡ് വയലൻസ് ദാറ്റ് ഇറ്റ് ഹാസ് കമ്മിറ്റഡ് ഇൻ ദീസ് ഇയേഴ്സ്. അപ്പോൾ ഇത്രത്തോളം വർഷത്തിൽ US മറ്റുള്ള രാജ്യത്തിലേക്ക് നടത്തിയ ബ്ലഡ് ഷെഡ്, അപ്പോൾ മറ്റുള്ള രാജ്യത്തിലേക്ക് നടത്തിയ ബ്ലഡ് ഷെഡ്, വയലൻസ് ഒക്കെ അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ആണ് ദെൻ പോയിൻറ്റ് ചെയ്യണത്. Then he ends the speech by explaining the role of the writer in these political turmoil. അപ്പോൾ ഈ ഒരു എങ്ങനെയാണ് സ്പീച്ച് അവസാനിക്കുന്നത്, ഒരു റൈറ്ററിൻ്റെ റോൾ എന്താണ്, എങ്ങനെ ഇത്തരത്തിലുള്ള ഓരോ ഒക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു പൊളിറ്റിക്കൽ ടെർമോയിൽ ആൻഡ് ഹൗ വൾണറബിൾ ആൻഡ് ആർട്ടിസ്റ്റ് ഇൻ ദീസ് സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റിൻ്റെ കേസിൽ എത്രത്തോളം വൾണറബിളാണ് ഇൻ ദീസ് സിറ്റുവേഷൻസ്. അവർ ഓരോന്നും ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കേസിലായാലും അതുപോലെ തന്നെ മറ്റുള്ള കേസിലായാലും അവരെങ്ങനെയൊക്കെയാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. ദെൻ he argues that as a citizen, ഒരു സിറ്റിസൺ ആയിട്ട് it is their responsibility to define the real truth of their society with great intellectual determination. പിന്നെ പിന്നീട് ആർഗ്യൂ ചെയ്യണത് എന്താണ്, ആസ് എ സിറ്റിസൺ, ഒരു ഗുഡ് സിറ്റിസൺ ആയിട്ട് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്, ടു ഡിഫൈൻ ദ റിയൽ ട്രൂത്ത് ഓഫ് ദെയർ സൊസൈറ്റി. നമ്മുടെ ഓരോ സൊസൈറ്റീൻ്റെയും റിയൽ ട്രൂത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. എങ്ങനെ, വിത്ത് ഇൻ്റലക്ച്വൽ ഡിറ്റർമിനേഷൻ. നല്ലൊരു ഇൻ്റലക്ച്വൽ ഡിറ്റർമിനേഷൻ വഴി നമ്മൾ നമ്മുടെ സൊസൈറ്റീൻ്റെ റിയൽ ട്രൂത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. Then such a responsibility is required to restore the dignity of man which is being violated in these war crimes. അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് മസ്റ്റാണ്. എന്തിന്, ടു റിസ്റ്റോർ ദ ഡിഗ്നിറ്റി ഓഫ് മാൻ. ഒരു മാൻ്റെ ഡിഗ്നിറ്റി നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ, വിച്ച് ഇസ് ബീങ് ഇത്തരത്തിലുള്ള ഈ ഒരു വയലേഷൻ നടന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർ ആക്കപ്പെട്ടവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ആവുക. സോ വി വാണ്ട് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദം. ദെൻ എങ്ങനെയാണിത് കൺക്ലൂഡ് ചെയ്യണത്? ഹാരോൾഡ് പിൻഡർ സ്പീച്ചസ് ആൻ എക്സ്പ്ലിസിറ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എഗെയിൻസ്റ്റ് വാർ അട്രോസിറ്റീസ് ആൻഡ് മിലിറ്ററി ഇൻ്റർവെൻഷൻസ് ക്യാരിഡ് ഔട്ട് ബൈ ദ US. ഇതിൽ പറയണത് US-ൻ്റെ വാർ അട്രോസിറ്റീസിൻ്റെയും മിലിറ്ററി ഇൻ്റർവെൻഷൻസിൻ്റെയൊക്കെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ദ സ്പീച്ച് ഈസ് എ കോൾ ഫോർ ജസ്റ്റിസ്. ഈ സ്പീച്ച് എൻ്റർലി എന്തിനുള്ളതാണ്? കോൾ ഫോർ എ ജസ്റ്റിസ് ഫോർ ഫ്രീ ഫ്രം വാർ അട്രോസിറ്റീസ് എക്സെട്ര. ദെൻ for the innocent civilians caught up in these warfares. It also reminds the artist community about their responsibility as citizens in condemning the violence of the state. അതുപോലെ തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ റോൾ എന്താണ്, ഇങ്ങനെ ടു ആസ് എ സിറ്റിസൺ ഇൻ കണ്ടംനിങ് ദ വയലൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൻ്റെ വയലൻസിനെ കണ്ടം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ റോളിനെ കുറിച്ച് വരുന്നു. ദ ക്വസ്റ്റ്യൻ ഓഫ് ദ റോൾ ഓഫ് ദ ആർട്ടിസ്റ്റ് ബിക്കംസ് റെലവൻറ്റ്. അപ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് റെലവൻ്റ് ആണ്. എന്ത് കാരണം എന്താ, ആസ് ദ സ്പീച്ച് ഈസ് ഡെലിവേർഡ് ടു ദ കമ്മ്യൂണിറ്റി ഓഫ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഓഫ് ദ നോബൽ പ്രൈസ് സെറിമണി. ദ ക്വസ്റ്റ്യൻ ഓഫ് ദ റോൾ ഓഫ് ദ ആർട്ടിസ്റ്റ് ബിക്കം റെലവൻറ്റ് ആസ് ദ സ്പീച്ച് ഈസ് ഡെലിവേർഡ്. അതായത് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് റെലവൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ആർട്ടിസ്റ്റിൻ്റെ ബേസിൽ. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ പറയുന്നത് US-ൻ്റെ അതിക്രൂരമായ അട്രോസിറ്റീസിനെ കുറിച്ചാണ്, ഇങ്ങനെ ടുവാർഡ്സ് ദ അതർ കൺട്രീസ്. അപ്പോൾ നമുക്ക് തന്നെ ഹിസ്റ്ററിയിൽ നിന്ന് കുറേ നമ്മൾ പഠിച്ചതാണ് ഇത്തരത്തിലുള്ള US-ൻ്റെ ഓരോ ബാഡായിട്ടുള്ള ഓരോ ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് അതർ കൺട്രീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ